ദുഃഖ വെള്ളിയാഴ്ച ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മൂക്കിൽ നിന്ന് ഇത്രയും ചോര. എൻ്റെ കാര്യത്തിലുള്ള തീരുമാനമായി കർത്താവേ എന്ന് വിചാരിച്ച് ഞാൻ വേഗം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പനി പിടിച്ച് കിടക്കുകയാണെങ്കിലും ഇതുവരെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായില്ല. നേരെ മെഡിയോർ ഹോസ്പിറ്റലിലേക്ക് പോയി ഫുൾ ചെക്കപ്പൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ കാണാനായിട്ട് കുറച്ച് സമയം അവിടെ നിന്ന് ഇരിക്കേണ്ട വന്നു. ആ കുറച്ച് സമയം കൊണ്ട് ഞാൻ ആലോചിച്ച് കൂടി കുറച്ച് കാര്യങ്ങളുണ്ട്. മുടങ്ങാണ്ട് എല്ലാ ദിവസവും ജിമ്മിൽ പൊക്കോളാമേ കർത്താവേ, ഞാൻ ഇനി പുറത്തുനിന്ന് ജങ്ക് ഫുഡൊന്നും കഴിക്കില്ല, ഞാൻ പുട്ടും പയറുമൊക്കെ ഉണ്ടാക്കി കഴിച്ചോളാം എന്നൊക്കെ വിചാരിച്ച് കുറേ തീരുമാനങ്ങൾ അങ്ങോട്ട് എടുത്ത് കുറച്ച് സമയം കൊണ്ട്. എന്നിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല, ഇത് സൈനസൈറ്റിസിൻ്റെ ഒരു ഇതാണ്, അതുപോലെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയും ദുബായിലെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞപ്പോൾ സമാധാനമായി. അപ്പോൾ അങ്ങനെ ഇന്ന് ഈസ്റ്ററിൻ്റെ അന്ന് പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഞാൻ. അപ്പം ഞാൻ ആലോചിച്ചൊരു കാര്യം, നമ്മൾ അങ്ങ് കർത്താവിന് വരെ 3 ദിവസം എടുത്ത് ഉയർത്തെഴുന്നേക്കാൻ, പിന്നെ നമ്മുടെ കാര്യം പറയണോ? ഇപ്പം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സൗണ്ടൊക്കെ ഇപ്പോൾ പതുക്കെ റിക്കവറായിട്ട് വരണേ ഉള്ളൂ. അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ട് വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി നമ്മൾ വീഡിയോസൊക്കെ തുടർച്ചയായിട്ട് ഇടുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ ആശംസകൾ. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു ഈസ്റ്റർ ആവട്ടെ നിങ്ങൾക്കും ഈ ഒരു ഈസ്റ്റർ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഹാപ്പി ഈസ്റ്റർ.